ഇന്നേ വരെ കാണാത്ത ആവേശപ്പോരിനൊടുവിൽ പാലക്കാട് വിധി ഓൾമോസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ആവേശം അങ്ങനെ ബൂത്തുകളിലേക്ക് ആവേശിച്ചിട്ടില്ല എന്നാണ് ശതമാന കണക്ക്. അതിപ്പോൾ കഷ്ടിച്ച് 70-ലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. വിജയം അവകാശപ്പെട്ട ആദ്യഘട്ടത്തിൽ രംഗത്ത് വരുന്നു BJP, CPM. കോൺഗ്രസ് പ്രതികരണം ഉടൻ ഉണ്ടാവുകയും ചെയ്യും. പാലക്കാട്ടെ ശതമാന ചോർച്ച ആരെ തളർത്തും? 23-ന് മുഴങ്ങുന്നത് ആരുടെ ചിരി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അടുക്കൽ BRM ഷഫീർ, SK സജീഷ്, അടുക്കൽ നാരായണ നമ്പൂതിരി, ആനന്ദ് കൊച്ചുടി എന്നിവർ ചർച്ചയിൽ ഞാൻ ചർച്ചയിലേക്ക് വരും മുൻപ് ഏറ്റവും ഒടുവിൽ ഒരു ശതമാനക്കണക്കിൻ്റെ അപ്ഡേറ്റ് ഒന്ന് എടുക്കണം. S വിജയകുമാർ ചേർന്നു. വിജയകുമാർ, ഇപ്പോഴും ചില ബൂത്തുകളിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിയാനുണ്ട്. 70.22 എന്നുള്ളത് 6 മണി വരെയുള്ള കണക്കാണെന്നാണ്, അല്ലെങ്കിൽ പോളിംഗ് അവസാനിക്കും വരെയുള്ള കണക്കാണ്. ഒരു 7:30 ആകുമ്പോൾ ഈ പോളിംഗ് ഒരു 2-3% വർധന കൂടി ഉണ്ടാവാനിടയുണ്ടോ വിജയകുമാർ? ഹാഷ്മി, ഒടുവിൽ ഒരു 72 എന്ന നിലയിലേക്കൊക്കെ പോളിംഗ് എത്തുമെന്നുള്ളതാണ്. പരമാവധി 73, അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഇതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഔദ്യോഗിക കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം പല ബൂത്തുകളിലും പോളിംഗ് എന്ന ആ നടപടിക്രമം പൂർത്തിയായിട്ടില്ല. 6 മണി കഴിഞ്ഞിട്ടും പല ബൂത്തുകളിലും, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പല ബൂത്തുകളിലും വോട്ടർമാരുണ്ടായിരുന്നു. അതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു പക്ഷേ രാത്രി ഒരു 9 മണി 9:30 പുതിയ കണക്ക് വരും. അതേതായാലും ഒരു 70 മുകളിൽ 72-നൊക്കെ അടുത്ത് 73-ലേക്കൊക്കെ എത്താം. പക്ഷേ അപ്പോഴും ഒരു 3-4% കുറവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാലക്കാട്ടുണ്ടാകുമെന്നത് വസ്തുതയാണ്. പക്ഷേ ഹാഷ്മി, അതിൽ ഒരു കാര്യമുള്ളത്, നമ്മളൊരു 12-1 മണി വരെ നല്ല പോളിംഗ് ആയിരുന്നു. പിന്നീട് അങ്ങേയറ്റം മന്ദഗതിയിലായി. അപ്പോൾ നമ്മൾ ഒരു 68, 70, 69, 70 താഴെയൊക്കെ വരൂ എന്നൊരു ഘട്ടത്തിൽ ആശങ്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയ പാർട്ടികളാകെ ആശങ്കപ്പെട്ട ചില സമയമുണ്ടായിരുന്നു. അതിൽ നിന്ന് മെച്ചപ്പെട്ട് വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം വീണ്ടും പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റി മേഖലയിലെ വോട്ടർമാർ കൂടുതൽ എത്തിയിട്ടുണ്ട്. അതാണ് പോളിംഗ് ശതമാനം 70 ക്രോസ് ചെയ്യാൻ കാരണമായത്. ഇല്ലെങ്കിൽ കുറെ കൂടി പരിതാപകരമായ അവസ്ഥയിൽ 70-ൽ താഴെയൊക്കെ എത്തുമായിരുന്നു. പക്ഷേ വൈകിട്ടായപ്പോഴേക്ക് കുറെ കൂടി 70 ക്രോസ് ചെയ്യുന്ന തരത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇടപെടൽ അവിടെ ഫലം കണ്ടു എന്ന് പറയാം. നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഒരു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ഉണ്ടായിരുന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പാണ് എന്നതൊരു നിസ്സംഗത വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്ത് രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാനാണ് എന്ന ചോദ്യം പൊതുവേ വോട്ടർമാർ ചോദിച്ചതാണ്. അപ്പോൾ ഭരണമാറ്റമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം കാണാത്ത വോട്ടർമാരിൽ ഒരു വിഭാഗം ഒരു നിസ്സംഗത കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പൊതുവെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ ചേലക്കരയിലും വയനാട്ടിലും അത് കണ്ടു, പാലക്കാട്ടും അതിന് സമാന സാഹചര്യം ഉണ്ടായി. പക്ഷേ അങ്ങനെ പറയുമ്പോഴും 70 ക്രോസ് ചെയ്തു എന്നതൊരു പോസിറ്റീവാണ്. ഇത്രയും കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. 70% കടന്നു എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സാമാന്യം ഭേദപ്പെട്ട തൃപ്തികരമായ പോളിംഗ് തന്നെയാണ്. നമ്മൾ 75-ന് മുകളിൽ പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് കമ്പയർ ചെയ്യുമ്പോഴാണ് 70 എന്നത് തൃപ്തികരമല്ലോ എന്ന് തോന്നുന്നു. പക്ഷേ ശതമാനമാണ്. ഇനി ഇപ്പോൾ 2% കൂടി എന്തായാലും ഉണ്ടാവാൻ ഇടയുണ്ട്. ഇത് ബൈ ഇലക്ഷൻ ആണ്. നമ്മൾ വയനാട് കണ്ടാണ്, ചേലക്കരയാണ്. വയനാടൊക്കെ വല്ലാതെ ഇടുന്നത് കണ്ടു, ചേലക്കരയും കുറയുന്നത് കണ്ടു. അങ്ങനെ കുറഞ്ഞെടുത്ത് ഒരുപക്ഷെ പാലക്കാട് മാത്രം. അതിന് എത്ര വലിയ രാഷ്ട്രീയ പോരാട്ടമാണെങ്കിലും വലിയ 75 നമുക്ക് മുന്നണി പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ 74 എന്നുള്ളത് ഒരുപക്ഷെ 73-ലേക്ക് എത്തിയാൽ അത് മോശമല്ലാത്ത പോളിംഗ് ശതമാനം തന്നെയാണ്. ഞാൻ ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ BRM ഷഫീർ, SK സജീഷ്, അടുത്ത നാരായണ നമ്പൂതിരി, ആനന്ദ് കൊച്ചുടി എന്നിവർ ചർച്ചയിൽ. ഞാൻ ആദ്യം BRM ഷഫീറിലേക്ക് വന്നു. ശ്രീ BRM ഷഫീർ, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു വിജയാവകാശ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടാവാത്തത്? ആദ്യം വരുന്നു എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് പൂർത്തിയാകും മുന്നേ തന്നെ കെ സുരേന്ദ്രൻ പറയുന്നു, വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ. പാലക്കാട് വിജയം NDAക്ക്, 3-ാം സ്ഥാനത്ത് UDF, 3-ാം സ്ഥാനത്ത് ആണ് കെ സുരേന്ദ്രൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി EN സുരേഷ് ബാബു പറയുന്നു, എന്താണ്, പ്രതിപക്ഷ നേതാവിന് വടകരയിൽ തന്നെ ഇനി കിട്ടിത്തിരിയാം, ഷാഫിക്ക് പതിയെ വടകരയ്ക്ക് വണ്ടി കയറാം, പോളിംഗ് ശതമാനം LDFനെ ബാധിക്കില്ല, വലിയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനത്ത് വിജയിക്കുമെന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു വിജയാവകാശ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടാവാത്തത് BRM? ഇതേ സുരേന്ദ്രനല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35-ൽ കൂടുതൽ സീറ്റുകളിൽ BJP ജയിപ്പിച്ചതിന് ശേഷം പാലക്കാട്ട് ജയിപ്പിച്ച EM ശ്രീധരന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓഫീസ് പാലക്കാട്ട് തുടങ്ങിയ ആളല്ലേ ശ്രീ സുരേന്ദ്രൻ? കൈവശമുണ്ടായിരുന്ന ഒരെണ്ണം കൂടി കേരളത്തിൽ അവസാനിച്ചില്ലേ? അത് അവസാനിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ? ശ്രീ K മുരളീധരൻ മത്സരിച്ച ഒറ്റ കാരണത്താൽ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വീക്ഷണമുണ്ടായിരുന്നു. ഞങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ചത്. ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ട അജണ്ടയുടെ പിറകിൽ ഇവർ ഓടുകയായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പാണ്, വയനാട് ഞങ്ങളുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം വളരെ നിർവീര്യമായിരുന്നു. BJP ആദ്യഘട്ടം മുതൽ തന്നെ വളരെ ഇഴഞ്ഞാണ് കാര്യങ്ങൾ നീങ്ങിയത്. പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വയനാട് ജയിച്ചു വരും.
അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചെയ്യപ്പെട്ടില്ല, BJP അപ്പാടെ നിസ്സംഗമായിരുന്നു. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ചേലക്കരയിൽ ഞങ്ങൾ 1500-നും 3000-നകത്തുമുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാലക്കാട് ഞങ്ങൾ 12,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. ഇത് വെറുമൊരു കണക്കല്ല. ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് തമ്പടിച്ചു നിന്ന് ഓരോ ബൂത്തുകളെയും ചലിപ്പിച്ച് അവിടെ നിന്ന് കൃത്യമായി സിസ്റ്റമാറ്റിക്കായി വർക്ക് നടത്തി. ഹാഷ്മി അത് കണ്ടതാണല്ലോ, നടത്തി UDF എടുത്ത ഒരു കണക്കാണ്. 12,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം. പക്ഷേ പോളിംഗ് പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും പല ബൂത്തുകളും ഉണ്ട്. മാത്രമല്ല ബൂത്തുകളിലെയും ഓരോ പഞ്ചായത്തിലെയും പോളിംഗ് ശതമാന കണക്കൊക്കെ ഒന്നുകൂടി കൃത്യമായി വരേണ്ടതുമുണ്ട്. പക്ഷേ നിലവിൽ വരുന്ന കണക്ക് പ്രകാരം BJPക്ക് വലിയ മുൻതൂക്കമുള്ള നഗരമേഖലയിലെ പോളിംഗ് ശതമാനം ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി നിൽക്കുകയും നിങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കമുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നഗരമേഖലയിൽ ഈ ശ്രീധരൻ നേടി 6000 വോട്ടിൻ്റെ ലീഡിനെ അത് വോയിഡാക്കി കളഞ്ഞ, ആ ലീഡിനെ ഇല്ലാതാക്കി കളഞ്ഞ പിരായിരിയിൽ ഏകദേശം ഒരു 10% വോട്ടിൻ്റെ കുറവെന്നാണ് പ്രാഥമിക കണക്ക്. BRM നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കണക്കാണത്. ഇല്ല, പിരായിരിയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വോട്ടിൻ്റെ വ്യത്യാസമൊന്നും വരത്തില്ല. പിരായിരിയിൽ വോട്ടുകൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പിരായിരി ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഒരു 180 ബൂത്തിലാകെ 14-15 ബൂത്തിലാണ് അവിടെ ഇടതുപക്ഷമുള്ളത്. ഇടതുപക്ഷത്തിന് ഒരു എഡ്ജുള്ളത് അവരുടെ 3ാം സ്ഥാനത്താണ്. എന്നിട്ടും കണ്ണാടി പഞ്ചായത്തിലും പിരായിരിയിലും നഗരസഭയിലും ഉൾപ്പെടെ മാത്തൂരിലും ഉൾപ്പെടെ ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ എടുത്തിട്ടുള്ളൊരു കണക്ക് പ്രകാരം ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ വർക്കുകളും സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തു പറയാൻ ആഗ്രഹിച്ചോ അതിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തുറന്നു കാട്ടേണ്ടതിനെ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഡിഫെൻഡ് ചെയ്യേണ്ടതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ആക്രമിച്ച് മുന്നേറേണ്ടതിനെ ആക്രമിച്ച് മുന്നേറിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞങ്ങൾ വേറെ കൂടുതൽ അവകാശവാദമൊന്നുമില്ലല്ലോ, പെട്ടിക്കകത്തായല്ലോ. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, പാലക്കാട് 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആവും. BRM ഇന്ന് 20-ാം തീയതി, നാളെ 21, 22 2 ദിവസമേ ഉള്ളൂ. 23 നമുക്ക് വീണ്ടും ഇരിക്കാനുള്ള. ഇന്ന് 20-ാം തീയതി, നാളെ മറ്റന്നാൾ 2 ദിവസം, മറ്റന്നാൾ നമുക്ക് വീണ്ടും ഇരിക്കാനുള്ള. ഹാഷ്മിക്ക് അറിയാമല്ലോ, പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 30,000-ന് മുകളിൽ, അതൊരു പക്ഷേ 37 വരെ ആയേക്കും എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മിയുടെ ഒരു ചിരി ഞാൻ ഓർമ്മിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരെയൊന്നും മത്സരിക്കുന്നില്ലേ എന്നാണ് ഹാഷ്മി അന്ന് എന്നോട് ചോദിച്ചത്. 30,000-ന് മുകളിലായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം. ഇവിടെ തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു 20-നും 23,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. ആ സർവേ ഫലം കണ്ടുകൊണ്ട് അന്ന് മലയാള മനോരമ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവസാനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സീനുകൾ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള സീനുകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതൊരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉള്ള തോൽവിയുടെ കുറെ ന്യായീകരണങ്ങൾ 23-ാം തീയതി പറയണമല്ലോ, അതെല്ലാം ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ കുറെ കൂടെ കോൺക്രീറ്റ് ആയിട്ട് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല ഈ പിരായിരിയിൽ നിങ്ങൾക്ക് വലിയ മുൻതൂക്കമുള്ള ഷാഫിക്ക് കഴിഞ്ഞ തവണ വിജയത്തിലേക്കുള്ള പാലമിട്ട പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്ന വസ്തു താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അതേത് രീതിയിലാണ് നിങ്ങളെ ആശങ്കപ്പെടുത്തേണ്ടത് രാഹുൽ? അങ്ങനെ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലെയും നമ്മുടെ സെക്യുലർ വോട്ട് ഉണ്ടല്ലോ, നമ്മുടെ പോക്കറ്റുകൾ ഉണ്ടല്ലോ, ആ സെക്യുലർ വോട്ട്സ് ഒക്കെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് അതിനകത്ത് ഇപ്പം ടോട്ടൽ പോളിംഗിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ അല്ലല്ലോ, അതെല്ലാ പാർട്ടികളുടേതുമാണ്. ഇപ്പൊ മറ്റ് രണ്ട് പാർട്ടികളിലും ആളുകൾക്ക് ആ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ, അതിന്റെ പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ 100 കാരണങ്ങളുണ്ട്. പക്ഷെ UDFൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിലെല്ലാം കൃത്യമായി പോളിംഗ് നടന്നിട്ടുണ്ട്. രാഹുൽ, ഇത് എന്തായാലും കൃത്യമായി ഇനി ശതമാന കണക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ 70.22 മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ 73 ഒക്കെ വരെ പോയേക്കാം. പക്ഷെ കിട്ടുന്ന പ്രാഥമിക കണക്ക് പ്രകാരം പാലക്കാട് നഗരസഭയിൽ എന്ന് പറഞ്ഞാൽ BJPക്ക് അത്യാവശ്യം മേൽക്കൈയുള്ള പാലക്കാട് നഗരസഭയിൽ പോയ തെരഞ്ഞെടുപ്പിനെ ഏതാണ്ട് അതേ മട്ടിൽ തന്നെ പോളിംഗ് ശതമാനം ഉണ്ടാവുകയും നിങ്ങൾക്ക് കഴിഞ്ഞ തവണ വലിയ മുൻതൂക്കം ഉണ്ടാക്കുന്ന ഷാഫിക്ക് ജയിക്കാൻ കൃത്യമായി 6000 വോട്ടിനെ വെട്ടിപ്പാലം വിട്ടുകൊടുത്ത പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറയുന്നു എന്ന് പറയുന്നത് തരിമ്പ് പോലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് രാഹുൽ പറയുന്നത്. ഒട്ടും ആശങ്കയില്ല. കാരണം കഴിഞ്ഞ തവണത്തെ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥയല്ല ഇത്തവണത്തെ. കഴിഞ്ഞ തവണ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് UDFനെതിരായിട്ടുള്ള അല്ലെങ്കിൽ UDFന് അത്ര അനുകൂലമല്ലാതിരുന്ന ഒരു പൊളിറ്റിക്കൽ വിൻഡ്, അതോടൊപ്പം ഈ ശ്രീധരൻ സാറിനെ പോലെ അങ്ങനെ ഒരു BJP പശ്ചാത്തലം അക്കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു കാൻഡിഡേച്ചറിന്റെയും ഒക്കെ അഡ്വാൻറ്റേജ് ആണ് മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇത്തവണ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. മുനിസിപ്പാലിറ്റിയിൽ അതിശക്തമായ ആന്റി BJP വേവും
അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭരണത്തോടുള്ള അതിശക്തമായ ആന്റി ഇൻകംബൻസിയും ഉണ്ട്. ഈ നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അതിശക്തമായി UDF വേരോട്ടമുള്ള പ്രദേശങ്ങൾ വളരെ കൂടുതലാണ്. എത്ര പ്രദേശങ്ങളാണ് UDF വലിയ വേരോട്ടമുള്ള പ്രദേശങ്ങൾ. അല്ല, ഇവിടെ രാഹുൽ, ഇവിടെ വോട്ടെടുപ്പ് പൂർത്തിയാകും മുൻപ് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ കോൺഫറൻസ് കാണിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDAക്ക്, UDF രാഹുൽ മാങ്കൂട്ടത്തിന് 3-ാം സ്ഥാനമേ കെ സുരേന്ദ്രൻ നൽകുന്നുണ്ട്. എന്താണ് ആ കോൺഫിഡൻസിന് അടിസ്ഥാനം രാഹുൽ? അപ്പോൾ പോലെയുള്ള CPM കരുതൽ മാത്രമാണ് എനിക്ക് അതിനകത്ത് കൗതുകകരമായിട്ട് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പാലക്കാടിനെ ആത്മവിശ്വാസമുണ്ട്, പാലക്കാട്ടെ ജനങ്ങളെ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു 23-ാം തീയതിയിലത്തെ ഫലം കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഫലമായി. ഒറ്റ ചോദ്യം കൂടി, ക്ഷീണിതനാണെന്ന് എനിക്കറിയാം. ഇതാ ഇവിടെ പ്രതിപക്ഷ നേതാവിന് വടകരയിൽ തന്നെ കെട്ടിത്തിരിയാം, ഷാഫിക്ക് പതുക്കെ വടകരയ്ക്ക് വണ്ടി കയറാം എന്നാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത്. രാഹുൽ, പ്രതികരണം ഉണ്ടോ? CPM ജില്ലാ സെക്രട്ടറി ഈ ദിവസത്തേക്ക് പ്രതികരണത്തിന് ആരെങ്കിലും മറുപടി പറയൂ? ഓക്കെ, താങ്ക് യു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. SK സജീഷ്, ഇവിടെ SK സജീഷ് അതിന് മറുപടി പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷന് അവർ ജയിക്കുമെന്ന് പറയുന്ന പോസ്റ്റിൽ UDF 3-ാം സ്ഥാനത്തേക്കാക്കി എന്തുകൊണ്ടാണെന്ന് അങ്ങയോട് തോന്നൽ പറഞ്ഞുള്ളൂ. രണ്ടാമത് LDF വിജയിക്കും എന്ന് EN സുരേഷ് ബാബുവിൻ്റെയും CPM-ൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ കണക്കടിസ്ഥാനം എന്താണ്? SK സജീഷ്. ആഷ്മി, ഒരു കാര്യം ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ, അദ്ദേഹം ശരീരഭാഷയിൽ കാണിക്കുന്ന ഒരു അഹങ്കാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അഹങ്കാരവും ധിക്കാരവും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും സഹിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം നമ്മൾ കണ്ടത്. എത്ര പേരാണ് ഒരു ഇന്നിങ്സിലെ 10 പേർ ഔട്ടാവുകയാണ് കോൺഗ്രസിൽ നിന്ന്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആൾ മുതൽ വാർഡ് മെമ്പറും മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ആൾ, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ ഒരുപാട് ആളുകൾ, DCCയുടെ 2 ജനറൽ സെക്രട്ടറിമാർ, ഇങ്ങനെ പലരും ഇത് ഈ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. കുറച്ച് മാന്യമായിട്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും പരസ്പര ബഹുമാനവും ഒക്കെ എല്ലാവർക്കും നല്ലതാണ്. അത് അദ്ദേഹം ഇനിയും കാണിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ചോദിച്ചപ്പോൾ ശ്രീ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം അദ്ദേഹത്തിന് യോജിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കല്ല, പക്ഷേ അദ്ദേഹം ധിക്കാരത്തോടു കൂടി പറയുന്നത് കേട്ടോ. അതിനൊക്കെ ആര് മറുപടി പറയും? ഇദ്ദേഹം എത്ര വളർന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം കരുതുന്നത്? അത്ര വളർച്ച കോൺഗ്രസ്സുകാർ പോലും അദ്ദേഹത്തിന് നൽകുന്നുണ്ടാകുമോ എന്നെനിക്ക് സംശയമാണ്. ഒരു പരസ്പര ബഹുമാനവും ഒക്കെ നല്ലതാണ്. ആ രീതിയിൽ പ്രതികരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. ആദ്യാവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDF-നകത്തുള്ള പടലപ്പിണക്കങ്ങൾ അത് പൊട്ടിപ്പുറത്തേക്ക് വരികയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ബൂത്തിനകത്ത് പോലും ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരു അസ്വാരസ്യം, ഒരു വർത്തമാനം എതിരായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ പ്രയാസമായിരിക്കും. ഉടനെ അത് പരിഹരിക്കേണ്ടി വരും. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ, UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഈ പ്രധാനികളാണ് വിട്ടുപോയത്. അപ്പോൾ എത്രമാത്രം പ്രതിസന്ധിയായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കും. അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ലവണ്ണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അധികാരം നേടുക എന്നുള്ളത് മാത്രമല്ല, അധികാരം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനും കഴിയണം. കുറേ വർഷക്കാലം, 13 വർഷക്കാലത്തോളം MLA ആയി നിന്ന് ഷാഫി പറമ്പിൽ ആ പ്രദേശത്തിന് വേണ്ടി കാര്യമായ ഒന്നും ചെയ്തില്ല എന്നുള്ളത് അവിടെ തെരഞ്ഞെടുപ്പിന് പോയ ആളുകൾക്കും അവിടുത്തെ ജനങ്ങൾക്കും എല്ലാം ബോധ്യമാവുകയും അതിനൊരു തിരിച്ചടി നൽകണം എന്ന ഒരു സന്ദേശം അവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയും ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ ടൗൺ ഹാളുകളും സ്റ്റേഡിയവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ജനങ്ങളുടെ മുന്നിലുണ്ട്. BJPക്ക് അകത്ത് രൂപപ്പെട്ടു വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ആദ്യം ശോഭാ സുരേന്ദ്രൻ തുടങ്ങുന്നു, പിന്നെ പല രീതിയിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്കും ഉണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. അവിടെയാണ് ഒരു ഭരണപക്ഷത്ത് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു വരിക. കാരണം അവിടെ വികസനം ചർച്ച ചെയ്യുമ്പോൾ ആ വികസനം നടത്താൻ വേണ്ടി കഴിയാവുന്ന ഒരു കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥിയായി സരിനെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമായി കാണുന്നത്. ഇവരോടെല്ലാമുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യത്യസ്തമായി
വളരെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി, എന്തുകൊണ്ടും മികവാർന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എത്ര പെട്ടെന്നാണ് സരിന് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്താനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം സജീവമായി ഇടപെടാനും വേണ്ടി കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വയനാട്ടിലുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നത് സരിൻ്റെ വരവും അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഒരു ആവേശവും എല്ലാം തന്നെയാണ്. ആ നിലയിൽ ആദ്യത്തെ റോഡ് ഷോ മുതൽ കൊട്ടിക്കലാശം വരെയും തുടർന്ന് ഇന്ന് ബൂത്തുകളിലുമെല്ലാം ആ ഒരു ആവേശം നിലനിർത്തി പോകാൻ, സ്ഥായിയായി നിലനിർത്താൻ സരിന് കഴിഞ്ഞു. ഞങ്ങളുടെ വോട്ടുകൾ സംഘടനാശേഷി ഉപയോഗിച്ച് കൃത്യമായി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി കഴിഞ്ഞു. കുറേയേറെ വോട്ടുകൾ അധികം സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായി തന്നെ VM സുരേഷ് ബാബു വളരെ കൃത്യമായി കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. താങ്കൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും അധികം നിങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിച്ച ഈ പറയുന്ന കള്ളപ്പണം പിടിച്ചു എന്നുള്ള ആരോപണം, ഈ പറയുന്ന വ്യാജമദ്യം പിടിച്ചു എന്നുള്ള ആരോപണം, ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് പോയത് RSSകാരൻ അവിടെ പോയി എന്നും ആരോപണം, ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളെ കുറിച്ച് താങ്കൾ ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഞാൻ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചോളാം. കെ സജീഷ്, ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ നിങ്ങളുടെ വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു കെ സുരേന്ദ്രൻ. അന്തിമമായ കണക്കുകൾ വരട്ടെ, അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസിൻ്റെ സത്യാസത്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കൂ നാരായണൻ നമ്പൂതിരി, ഇതുപോലൊരു വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന കളങ്കം എങ്ങനെയാണ് നിങ്ങൾക്ക് കഴുകിക്കളയാൻ കഴിയുക ശ്രീ നാരായണൻ നമ്പൂതിരി? ഹാഷ്മി, ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വിവാദ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് സമാധാനപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കളങ്കം വീഴ്ത്താനിടയുണ്ട്. അദ്ദേഹം ഉത്തമ വിശ്വാസത്തിൽ പാലക്കാട്ട് വോട്ട് ചേർത്തു. അത് വിവാദമായി. സ്വാഭാവികമായി അത്തരം വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ, എണ്ണയൊഴിക്കുന്ന തരത്തിലൊരു പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട, ജില്ലാ പ്രസിഡൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട എന്ന ഒരു വളരെ മാന്യമായ ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ രാവിലെ തൊട്ടവിടെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ. ശ്രീകണ്ഠൻ കോൺഗ്രസ്സുകാരെയും കൂട്ടി എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ കൂട്ടി രാവിലെ തൊട്ട് ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന ഒരു സംവിധാനം, ഒരു MP. അപ്പോൾ MPയുടെ നേതൃത്വത്തിൽ തടയാൻ നിൽക്കുന്നു. അത് സ്വാഭാവികമായി അത്തരം ഒരു സംഘർഷമോ, ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയാൽ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അനുവദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വോട്ടർ പട്ടികയിൽ പേരുണ്ട്, ഐഡൻറ്റിറ്റി കാർഡുണ്ട്. പക്ഷെ അത്തരം ഒരു വിവാദം ഉണ്ടാക്കണ്ട. ആ വിവാദത്തിലൂടെ ഞങ്ങളുടെ ജയത്തിൻ്റെ ശോഭ കെടുത്തണ്ട. BJP ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPയുടെ ശ്രീ കൃഷ്ണകുമാർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അല്ല, അവിടെ ഇപ്പോൾ BJPയുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യാൻ പോയാൽ VK ശ്രീകണ്ഠനും കൂട്ടരും കയ്യേറ്റം ചെയ്യും എന്ന ഭയം BJPക്ക് ഉണ്ടോ? അത് നടക്കില്ലെന്നേ. അവിടെ പോലീസ് ഉണ്ടായിരുന്നവരെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിന് 2 വോട്ട് എന്നുള്ളത് ശരിയാണ്, 2 വോട്ടർ കാർഡ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അഫിഡവിറ്റ് എഴുതി കൊടുത്താൽ വോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് അതൊരു മെസ്സേജ് അല്ലേ സാർ? ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നതിലും നേതാക്കൾ എന്ത് വില കൊടുത്തും അവിടെ വോട്ടുണ്ടെങ്കിൽ പോയി വോട്ട് ചെയ്യുക എന്നുള്ളതൊരു ജനാധിപത്യ മെസ്സേജ് അല്ലേ? അതിൽ നിന്ന് മാറി നിന്നു നിങ്ങൾ ജില്ലാ അധ്യക്ഷൻ. ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ മാന്യമായ തീരുമാനമാണ്, വളരെ അന്തസ്സുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ശ്രീകണ്ഠൻ തടയാതിരിക്കുമോ എന്നുള്ളതല്ല. ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ആളെ കൂട്ടി കോൺഗ്രസ്സുകാർ അവിടെ കൂടി നിൽക്കുന്നു രാവിലെ തൊട്ട്. അപ്പോൾ അത്തരം ഒരു അന്തരീക്ഷത്തിൽ അവിടെ വന്നിറങ്ങിയാൽ ജില്ലാ പ്രസിഡന്റിനെ വോട്ട് ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റത്തില്ല, ആർക്കും തടയാനും പറ്റത്തില്ല. അതൊക്കെ നമുക്കും അറിയാം. ഈ തടഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ അതല്ല, അത്തരം ഒരു സംഘർഷം ഉണ്ടാക്കി ജയത്തിൻ്റെ ശോഭ കുറപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് സ്വയം തീരുമാനിച്ചു. ഞങ്ങൾ ആ തീരുമാനത്തെ 100% അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം അത് ജനാധിപത്യ മര്യാദയാണ്. 2 വോട്ട് വന്നു. 2 വോട്ട് വന്നു അദ്ദേഹത്തിൻ്റെ അറിവോടെയല്ല. 2 വോട്ട് വന്നു എന്ന് തർക്കം വരുമ്പോൾ ഒരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ശരി, ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ നടപടിയെ അംഗീകരിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഉറപ്പായും അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കണം. 2 വോട്ട് വന്നു, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന നിലപാടല്ലെന്നേ MK ഹരിദാസ് പറഞ്ഞു. ഹരിദാസ് പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ വിജയത്തിന്റെ ശോഭയെ കളയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തോ ഔദാര്യം കാണിക്കുന്ന മട്ടിൽ അവിടെ ഇരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. എന്നോ 2 വോട്ടുണ്ട്, ആ വോട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, അത് പറഞ്ഞ് വോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് മര്യാദ.
ഹാഷ്മി ഹരിദാസ് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാനുണ്ട്. ഹരിദാസ് പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്തു നിന്നാണ്, അല്ലെങ്കിൽ ഞാനും ഉള്ള പാർട്ടിയുടെ മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അടുത്തു നിന്നാണ് ഹരിദാസ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികം ഹരിദാസ് എന്താ പറഞ്ഞതെന്ന്, കൃത്യം എന്താണ് പറഞ്ഞതെന്ന് അറിയാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വോട്ട് ചെയ്യാൻ ചെന്നാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റില്ല. പക്ഷേ ഞാൻ വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് വെച്ചത് അവിടെ ഒരു അന്തരീക്ഷം മോശമാക്കണ്ട, BJP ആയിട്ടൊരു അന്തരീക്ഷം മോശമാക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അപ്പോൾ ആ തീരുമാനം അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണ് തോന്നുന്നത്. മനസ്സിലായി. കാരണം വോട്ടർ പട്ടികയിൽ പേരുണ്ട്, ID കാർഡ് കൊണ്ടുപോയെങ്കിൽ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റത്തില്ല. അഫിഡവിറ്റ് കൊടുത്താൽ വോട്ട് ചെയ്യാം. പക്ഷേ അത് ആ ഒരു വോട്ടിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വോട്ട് അല്ല വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളത് കൊണ്ടും, അത്തരമൊരു സംഘർഷം ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ടും, കൃഷ്ണകുമാറിൻ്റെ ജയത്തിൻ്റെ ശോഭ, കൃഷ്ണകുമാർ ജയിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുക കള്ളവോട്ട് ചെയ്തിട്ടാണ് ജയിച്ചെന്ന് പറയും. അത്തരമൊരു ശോഭ കളയണ്ട. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കുമെന്നുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റിമറിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ BRMോ അല്ലെങ്കിൽ സജീഷോ ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തുകയും പിരായിരിലും മാത്തൂരും അടങ്ങുന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് 10% വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് ഏതാണ്ട് 7 മണിയായപ്പോൾ ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ ശേഖരിക്കുന്ന ഒരു റിപ്പോർട്ട് വളരെ പോസിറ്റീവ് റിപ്പോർട്ടാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഈ ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലത്തെ പാലക്കാട് നേരിടുന്ന വികസന മുരടിച്ച് അവസാനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു പുതിയ പാലക്കാടിന് ഉദയം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ 20-ാം തീയതിത്തെ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. പരീക്ഷിച്ചുമടുത്ത മുന്നണികൾ, കേട്ടുമടുത്ത വാഗ്ദാനങ്ങൾ, ഇതെല്ലാം ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്, ജനങ്ങളിൽ നിസ്സംഗത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ കൂട്ടമായി വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാറിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത പിരായിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ 10% വോട്ട് എന്ന് പറയുന്നത് ചെറിയ കുറവല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ പാലക്കാടിന്റെ ഒറ്റ കാര്യം കൂടി പാലക്കാടിന്റെ ചരിത്രത്തിൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത മേഖല എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. പിരായിരി പഞ്ചായത്തായിരുന്നു 1-ാം സ്ഥാനത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്നിരുന്നെങ്കിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് നടന്നത് പാലക്കാടാണ്. പാലക്കാടെ സംബന്ധിച്ച് പാലക്കാട് ഞങ്ങളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ 6500 ആയിരുന്നുവെങ്കിൽ അത് ഒരു 10,000-ന്റെ ഡിഫറൻസിലേക്ക് ഞങ്ങൾ വരും. നിങ്ങളുടെ പ്രതീക്ഷ ഈ പിരായിയിൽ വോട്ട് കുറഞ്ഞത് ഉറപ്പായും UDF-ന് ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ള കണക്ക് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തിരികെ എത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ BRM ഷഫീർ, ഈ നിങ്ങൾ ഇനി എത്ര നിങ്ങളെ ആശങ്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാലും 10% പിരായിരി പോലെ നിങ്ങൾക്ക് അടിത്തറയുള്ളൂ, നിങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള സ്ഥലത്ത് വോട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ BRM ഷഫീർ അത് കുഞ്ഞുങ്ങളിയല്ല. അത് നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കണക്ക് തന്നെയാണ്. BRM ഞങ്ങൾക്കില്ലാത്ത ആശങ്ക എന്തിനാ ഹാഷ്മി നിങ്ങൾക്ക്? ഞങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്താൽ പോരെ? ആ നാട്ടിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും BJP-യുടെയും വോട്ട് കൂടി അങ്ങ് പോൾ ചെയ്തെടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടോ? ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടോ? അത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആശങ്കയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, കേരളത്തിൽ ഇതുപോലെ ഇടതുപക്ഷവും BJP-യും തോളോട് തോൾ ചേർന്നുകൊണ്ട് കോൺഗ്രസിനെയും UDF-നെയും ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ ഇത്ര പച്ചയ്ക്ക് കണ്ടൊരു തിരഞ്ഞെടുപ്പ് വേറെയുണ്ടോ? എന്തെല്ലാം ആരോപണ ശരങ്ങൾ ഞങ്ങൾക്കെതിരെ തൊടുത്തുവിട്ടു. ഞങ്ങളുടെ സഹോദരിമാർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറികളിൽ യാതൊരു സെർച്ച് മെമ്മോറാണ്ടങ്ങളും ഇല്ലാതെ, നിയമം പാലിക്കാതെ റെയ്ഡ് നടത്തി അപമാനിക്കാൻ ശ്രമിച്ചില്ലേ? ഞങ്ങൾക്കെതിരായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹോട്ടൽ മുറിയിലും പുറത്തും ഇവർ സമരം നടത്തുകയും അതുപോലെ തന്നെ UDF-നെതിരായിട്ട് വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഞങ്ങളതിലേക്ക് അവഗണിച്ചവരാണ്. ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പാലക്കാടത്തെ നെൽകർഷകരോട് പറഞ്ഞു, നിങ്ങളുടെ നെല്ല് സംഭരിക്കാൻ അതിന് വേണ്ട പണം ഈ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടോ? നിങ്ങൾ കൊടുത്ത നെല്ലിൻ്റെ പണം കിട്ടുന്നുണ്ടോ? ഞങ്ങൾ സർക്കാർ ജീവനക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ 19% DA കുടിശ്ശിക കിട്ടണ്ടേ? ഞങ്ങൾ SC ST വിഭാഗത്തോട് ചോദിച്ചു, നിങ്ങളുടെ മക്കളുടെ സ്കോളർഷിപ്പും
നിങ്ങളുടെ മക്കളുടെ ആനുകൂല്യങ്ങളും നിങ്ങളുടെ യൂണിഫോം അലവൻസുകളും നിങ്ങളുടേതായ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്ന സർക്കാരിനെതിരായി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ വിശ്വാസ സമൂഹത്തോട് ചോദിച്ചു. എന്താണെന്നറിയോ? തൃശൂർ പൂരം കലക്കി RSSനും BJPക്കും അനുകൂലമായി പോലീസ് നിന്നുകൊടുക്കുന്ന ADGPമാരുടെ തന്ത്രങ്ങൾക്കെതിരായി പൂരം കലക്കലുകൾ ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. ഞങ്ങൾ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞു, ഈ BJP പാർട്ടിയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസം, അവരും വിശ്വാസമായിട്ടൊരു ബന്ധമില്ല. അതിന് കൂട്ടുപിടിക്കുന്ന ADGPമാരെ കുറിച്ച് ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. ഞങ്ങൾ അവിടുത്തെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒന്നാം ഘട്ടം, ഈ സർക്കാരിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ വീട് പൊളിച്ചിട്ടിട്ട് 24 മാസമായിട്ടും രണ്ടാം ഘട്ടം കിട്ടാതെ ബുദ്ധിമുട്ടിലാക്കുന്ന സാധാരണക്കാരോട് ഞങ്ങൾ സംബന്ധിച്ചു. ഞങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ പത്രസമ്മേളനം വിളിച്ചും അല്ലാതെയും അട്ടപ്പാടിയിലെ പെൺകുട്ടിയുടെ പീഡനം, അതുപോലെ തന്നെ സാധാരണക്കാരായ മക്കളുടെ വാളയാർ പാലക്കാട് മലമ്പുഴയ്ക്കടുത്തുള്ള വാളയാറിൽ നടന്ന പീഡനം ഉൾപ്പെടെ സഹോദരിമാരെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ADMനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊല്ലുന്ന ദിവ്യമാരെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ദിവ്യയുടെ വീട്ടിൽ പോകുന്ന ഗോവിന്ദൻ, ദിവ്യയെ കാണാൻ പിന്നെ ADMന്റെ വീട്ടിൽ പോകുന്ന ശ്രീ ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയും ജയിലിൽ പോയി അതേസമയം ദിവ്യയെ കാണുന്ന ഗോവിന്ദന്റെ പ്രിയപ്പെട്ട ഭാര്യ PK ശ്യാമളയും നയവ്യതിയാനം ഒരേ സമയത്ത് 2 നിലപാടുകൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളിവിടുത്തെ സാധാരണക്കാരോടും പാവങ്ങളോടും പറഞ്ഞു, ഇപ്പോൾ നിലവിൽ തൊഴിലുണ്ടോ? ഇവിടെ പണമുണ്ടോ? ദാരിദ്ര്യമല്ലേ? സാധുക്കൾക്കും പാവപ്പെട്ടവരും കച്ചവട സ്ഥാപനങ്ങളും പൂട്ടിപ്പോയതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ആരോഗ്യ മേഖലയിലെ പുഴുക്കുത്തുകളെ കുറിച്ച് സംസാരിച്ചു. PV അൻവർ ഉയർത്തിയ പോലീസിലെ പുഴുക്കുത്തുകളെ കുറിച്ച് ഞങ്ങൾ കണ്ടമാനം സംസാരിച്ചു. ഞങ്ങൾ സംവദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു. പാലക്കാടും ചേലക്കരയിലും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ 500 രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുമ്പോൾ കോടികൾ സമ്പാദിച്ചു കൂട്ടി മാസപ്പടി കണക്കിൽ പ്രതിയാക്കപ്പെടുകയും ആ പ്രതിപ്പട്ടികയിൽ പെട്ടുപോകുന്ന മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി BJP ആകുന്നത്, ഒരു മുഖ്യമന്ത്രി ADGP ഉപയോഗിച്ചുകൊണ്ട് RSS ആകുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പാലക്കാട്ട് പറഞ്ഞു. അവർ തിരിച്ചെന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരാളിനെ എടുത്തുകൊണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കി. ആരെ ജയിപ്പിക്കാൻ? BJP ജയിപ്പിക്കാൻ. ഏറ്റവും അവസാനം സുപ്രഭാതം പത്രത്തിലും അതുപോലെ തന്നെ സിറാജ് പത്രത്തിലും മതവർഗീയതയെ ഇളക്കി വിട്ടുകൊണ്ട് കൃത്യമായി തന്നെ വർഗീയ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഹീനമായ ശ്രമം, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അധിപന്മാർ ചെയ്ത ശ്രമം ഞങ്ങളിവിടെ പറഞ്ഞു. അതെല്ലാം വോട്ടായി മാറും. പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അടിത്തട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുടുംബ യോഗങ്ങൾ നടത്തിയ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഏറ്റവും കൂടുതൽ പബ്ലിക് യോഗങ്ങൾ നടത്തിയ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഏറ്റവും കൂടുതൽ അടിത്തട്ടിൽ മൈക്രോ ലെവലുകളിൽ ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് ഹാഷ്മി, ഒരു സംശയം വേണ്ട, ഒന്ന് ഈ സർക്കാരിനെതിരായി ജനങ്ങൾ വല്ലാത്ത ജനവിരുദ്ധ വികാരം വോട്ടായി മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി BJP എന്തിന് BJP വോട്ട് ചെയ്യണം? ഈ ഇലക്ഷന്റെ സമയത്തല്ലേ BJPയുടെ മുൻ ജില്ലാ ഭാരവാഹി തിരൂരിലെ സതീഷ് 12 ചാക്കുകളിലായി ഞാൻ കള്ളപ്പണം കൊണ്ടുവന്ന് തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലിറക്കി. എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് സുരേന്ദ്രന്റെ മകനും പ്രൈവറ്റ് സെക്രട്ടറിയും ഡ്രൈവറെയും ഞാൻ വിളിച്ചു, ധർമ്മരാജൻ വിളിച്ചു, ഞാനും അതിനകത്ത് സാക്ഷിയാണ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഞങ്ങളത് ചർച്ച ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഒരേ സമയം BJPയെയും അതേസമയം CPMനെയും നിർത്തു. എന്നാൽ CPMോ എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ മതേതര ചേരിക്ക് കിട്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റാക്കി എങ്ങനെയെങ്കിലും BJP ജയിച്ചോട്ടെ എന്ന് കരുതുന്ന CPMന്റെ തന്ത്രത്തെക്കുറിച്ച് ഞങ്ങളോട് ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, സുപ്രഭാതം പത്രത്തിലെ ആ വിവാദ പരസ്യത്തിൽ വീഴ്ച സമ്മതിക്കുകയാണ് സുപ്രഭാതം മാനേജ്മെന്റ്. കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. പരസ്യം നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അന്വേഷണം നടന്നു വരികയാണ്. പരസ്യത്തിലെ വിഷയങ്ങളോട് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്നും മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതാ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശ്രീ അത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശ്രീ SK സജീഷ്, ഇത്തരത്തിൽ നിങ്ങൾ നടത്തിയ SK സജീഷ് ഇവിടെ പാലക്കാട് പോയ ഒക്കെ നോക്കൂ, എബോവ് 70% ആണ് അവിടെ പോളിംഗ് ശതമാനം. ഇവിടെ ഉറപ്പായും BRM ഷഫീർ അജണ്ട തീരുമാനിച്ച അവരാണെന്ന് പറഞ്ഞാലും സരിൻ മറുകണ്ഠം ചാടി ഇപ്പുറത്ത് വന്നത് മുതൽ
അവിടെ അജണ്ട തീരുമാനിച്ചത് LDF തന്നെയാണെന്ന് അതൊരു തർക്കവുമില്ല. ഏറ്റവും ഒടുവിൽ നീലപ്പെട്ടി വാദം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളാണ്. ഏറ്റവും ഒടുവിൽ സന്ധ്യ വരെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അതിനുശേഷമുള്ള ദിവസം പോലും അതിന് നറേറ്റീവ് എടുത്തത് നിങ്ങളാണ്. ഇതൊക്കെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഹിറ്റായെങ്കിൽ, അവിടെ വോട്ടർമാരുടെ മനസ്സിലേക്ക് എത്തിയെങ്കിൽ അത് പോളിംഗ് ശതമാനം വർധനവിലേക്ക് എത്തണ്ടേ SK സജീഷ്? ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചു എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ എല്ലാ ക്യാമ്പയിനുകളും വിജയിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ പിന്നെ നേരത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ട് ശ്രീ BRM ഷഫീർ പറഞ്ഞത് കേട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. അദ്ദേഹം ഇങ്ങനെ വാചാലമായി പറഞ്ഞു പോവുകയായിരുന്നല്ലോ. ഒന്ന്, അദ്ദേഹം പറയുകയാണ് BJPയെ ജയിപ്പിക്കാനാണ് ഇടതുപക്ഷം നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. BRM ഷഫീറിന് മനസ്സിലാക്കിയാൽ അറിയാമല്ലോ. നിങ്ങളാണ് നേരത്തെ നിയമസഭയ്ക്കകത്ത് BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത്. നിങ്ങൾ വോട്ട് BJPക്ക് മറച്ചു കൊടുത്തുകൊണ്ടാണ് എപ്പോഴും കേരളത്തിൽ BJP ജയിക്കുന്നത്. അത് നേമത്ത് ജയിച്ചതായാലും ശരി, ഇപ്പോൾ 86,000 വോട്ട് നിങ്ങൾ കൊടുത്ത് BJPയെ തൃശ്ശൂരിൽ ജയിപ്പിച്ചതായാലും ശരി, അത് കേരളത്തിൻ്റെ മുന്നിലുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ BJPയുടെ അക്കൗണ്ട് കേരള നിയമസഭയിൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൂട്ടിക്കുമെന്ന് തന്നെയാണ്, പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി BJPയെ കേരളത്തിലെ നിയമസഭയിൽ എത്തിക്കില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വിശ്വാസമാണ്, ഉറച്ച തീരുമാനവുമാണ്. അതുകൊണ്ട് അവരെത്താനും പോകുന്നില്ല. നിങ്ങളാണ് BJPയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നിങ്ങളുടെ സ്ഥാനാർത്ഥിയും നിങ്ങളുടെ ഷാഫി പറമ്പിലും അല്ലാതെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ K മുരളീധരൻ, അതുപോലെ തന്നെ MM ഹസൻ, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ തുടങ്ങിയ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാരെല്ലാം പറഞ്ഞതെന്താണ്? LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. അപ്പോഴാണ് VD സതീശന് അത് പോരാ, BJPയുമായിട്ടാണ് മത്സരം എന്ന് വെച്ച് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതെന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇവിടെ പാലക്കാട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു വന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രമുഖ നേതാക്കന്മാർ, അവരെല്ലാം നിങ്ങളുടെ ഡീലിനെ കുറിച്ച് പറഞ്ഞു. BJPയുമായിട്ടുള്ള ഡീലിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ്, ഈ നിലപാട് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് എന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഷഫീറിനോടൊരു കാര്യം ചോദിക്കാം. അതായത് നിങ്ങളുടെ നേതാവ് KC വേണുഗോപാൽ, അദ്ദേഹം രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിൽ ഒഴിഞ്ഞു കൊടുത്തിട്ടാണല്ലോ MP ആയി മത്സരിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ രാജ്യസഭാ MP സ്ഥാനം ഒഴിവാക്കി ലോക്സഭയിലേക്ക് വരാൻ വേണ്ടി ആണല്ലോ അദ്ദേഹം ആലപ്പുഴ മത്സരിച്ചത്. അവിടെ ഒഴിഞ്ഞു കൊടുത്ത രാജ്യസഭാ സീറ്റ്, അതിൽ എതിര് പോലും കോൺഗ്രസ് നിന്നില്ല. എതിരില്ലാതെ രാജസ്ഥാനിൽ അവിടെ ഒഴിഞ്ഞു കൊടുത്ത രാജ്യസഭയിലേക്ക് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് രവനീത് സിംഗ് ബിട്ടു എന്ന BJP നേതാവാണ്. നിങ്ങളിവിടെ MP ആണ് ആയതെങ്കിൽ അവിടെ ഒരു മന്ത്രിയാണ് കൊടുത്തത്. ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അതായത് നിങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി രാജ്യത്തൊരു BJP മന്ത്രിയെ സംഭാവന ചെയ്ത് കൊടുത്തിട്ടാണോ ഇവിടെ ഞങ്ങളോട് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? KC വേണുഗോപാൽ തന്നെ. പിന്നെ കേരളത്തിലെ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ, കാലിക്കറ്റിലാണെങ്കിൽ പഴയ ഇവരുടെ സെനറ്റിലേക്ക് മത്സരിച്ചയാൾ, കുസാറ്റിലാണെങ്കിൽ ഇവരുടെ യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നയാൾ, ഇവരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന ആരാ? BJPയുടെ ഗവർണറായിട്ടുള്ള ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ? സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട, ഇതൊക്കെ ആളുകളുടെ മുന്നിലുള്ള കാര്യമാണ്. നിങ്ങളിങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് വസ്തുതാപരമായി ഇന്ന കാര്യം ഇന്നിടത്ത് എന്ന് ചൂണ്ടിക്കാണിച്ച് തെളിവ് സൗധം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിങ്ങനെ വാചാടവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്കും നല്ലവണ്ണം മനസ്സിലാവും. പിന്നെ വികസനത്തെക്കുറിച്ചും കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചുമെല്ലാം പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെയും ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ഷഫീർ അങ്ങ് വിശദീകരിക്കുകയാണ്. നിങ്ങളുടെ കാലമുണ്ടായിരുന്നല്ലോ ഷഫീറെ, 8 വർഷം മുമ്പ് ഈ കേരളം എന്തായിരുന്നു? 1.5 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമായി മണ്ണെണ്ണ വിളക്കുമായി കേരളത്തിലെ ജനങ്ങൾ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആശുപത്രികൾ തകർന്ന് തരിപ്പണമായി, അവിടെ ഡോക്ടർമാരില്ല, അതുപോലെ തന്നെ മരുന്നില്ല, മറ്റ് സംവിധാനങ്ങളെല്ലാം ഇല്ലാത്തൊരു കാലം, പൊതുമേഖലയെ നിങ്ങൾ തകർത്ത കാലം. സ്കൂളിനകത്ത് യൂണിഫോമില്ല, പാഠപുസ്തകമില്ല, സ്കൂളുകൾ 4500 സ്കൂളുകൾ നിങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. ചില സ്കൂളുകൾ നിങ്ങൾ JCB വെച്ച് പൊളിക്കാൻ സംവിധാനം ചെയ്തു കൊടുത്തു. ഇതൊക്കെ കേരളത്തിൽ കണ്ടതല്ലേ? അവിടെയൊക്കെ ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? പഴയ കാലം പോലെയാണോ? എല്ലായിടത്തും മാറ്റം ഉണ്ടായില്ല. ആശുപത്രികൾ, പാലക്കാട് വരാൻ പോകുന്നത് ഈ സർക്കാരിന്റെ ഭരണ വിലയിരുത്തലാണോ സജീഷ്? അതെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പൂർത്തീകരിക്കട്ടെ. അതായത് ഷഫീർ ഇവിടെ കിട്ടിയ ചാൻസിന്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഈ ഗവൺമെൻറ്റിനെ കുറച്ചങ്ങ് കുറ്റം പറഞ്ഞ് കളയാം, ഞങ്ങളെന്തോ മഹാമാരാണെന്നുള്ള രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്.
ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ചാണ് നിങ്ങളുടെ അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ VM സുധീരൻ പറഞ്ഞത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കടുംവെട്ടാണ്. അപ്പുറത്ത് VD സതീശന് തന്നെ പറയേണ്ടി വന്നു തീവട്ടി കൊള്ളയാണ് നടക്കുന്നതെന്ന്. ഇതെല്ലാമായിരുന്നു കാലം. ആ കാലത്തിൽ നിന്നാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചത്. പറയുന്നതിൻ്റെ ഇടയിൽ ദാരിദ്ര്യം എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ലോകാരോഗ്യ സംഘടന ദാരിദ്ര്യത്തിന്റെ കണക്ക് പറയുമ്പോൾ ഇന്ത്യ ഇന്ന് ഏറ്റവും ദാരിദ്ര്യമുള്ള രാജ്യമായി നിൽക്കുമ്പോൾ അതിദാരിദ്ര്യം പൂർണ്ണമായി നവംബർ 1-ാം തീയതിയോടുകൂടി കേരളത്തിൽ അതൊക്കെ മാറ്റിയ ഈ സർക്കാരിന്റെ അനുകൂലമായ ഒരു ഭരണ വിലയിരുത്തലാണ് ധൈര്യത്തോടുകൂടി പറയുമോ SK സജീഷ്? അതെ, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ ഘടകങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും. ഞാനതാ ചോദിച്ചു വരുന്നത്, ഷെഫീറിനോട് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ല, നിങ്ങൾ കുറേ കാലം ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ, ഇനി ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 1000 വർഷം നിങ്ങൾ ഭരിച്ചാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കും എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശാലമായ ചർച്ചയിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. സതീഷ്, ശരി, ഞാൻ താങ്കൾ സംസാരിച്ചു, ഞാൻ ഇടപെടില്ല, ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമ്മുടെ വിഷയം പാലക്കാടാണ്. ഇല്ല നമുക്കങ്ങനെ വിശാലമായി നമ്മുടെ വികസന പരിപാടി സംസാരിക്കാനുള്ള വിഷയം അതല്ല, അതിനുള്ള സമയമില്ല. അനുവദിച്ചു കൊടുത്തുകൊണ്ട് താങ്കൾക്കും അത്രയും സമയം അനുവദിച്ചതിന് ശേഷം ഇടപെട്ടത്. താങ്കൾക്ക് അത്രയും സമയം ശരി, താങ്കൾക്ക് അത്രയും സമയം അനുവദിച്ച ശേഷമാണ് ഞാൻ ഇടപെട്ടത്. നമ്മുടെ വിഷയം ശരി, ഓക്കെ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ ആ മണ്ഡലത്തിൽ പലയാവർത്തി പോയ ആളാണ്. ഈ പറയുന്ന മേഖലകളിലൊക്കെ താങ്കളും പോയി സന്ദർശിച്ച ആളാണ്. 70.5 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്, ഏറ്റവും ഒടുവിൽ ദ ഫൈനൽ പോളിംഗ് ശതമാനം എന്ന മട്ടിൽ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് ഈ പറഞ്ഞ 70.51% തന്നെയാണ്. അതൊരു പക്ഷേ നാളെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കൂടി അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് കൂടുമായിരിക്കും. പിരായിരിയിൽ വോട്ട് ശതമാനം കുറവാണെന്ന് പറയപ്പെടുന്നു. പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് വരേണ്ടിയിരിക്കുന്നു. നഗരസഭയിൽ ഏതാണ്ട് കഴിഞ്ഞ തവണത്തേതിന് അത്രയും തന്നെ പോളിംഗ് ശതമാനം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതും അറിയണമെങ്കിൽ നഗരസഭയും ഓരോരോ പഞ്ചായത്തും ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ വന്നാൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഈ ശതമാനം അഡ്വാൻറ്റേജ് UDF ആണോ, അഡ്വാൻറ്റേജ് LDF ആണോ, അഡ്വാൻറ്റേജ് C കൃഷ്ണകുമാറാണോ? അല്ല, അവിടെ UDFിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണക്ക് വന്നതിന് ശേഷം UDF ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ പിരായിരിയിലാണ് കഴിഞ്ഞ തവണ UDFിന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ 6000 ചില്ലുവാനും വോട്ടിൻ്റെ മെജോറിറ്റി മറികടക്കാൻ അവിടെ കിട്ടിയ വോട്ടുകൾ ഏകദേശം ടാലി ചെയ്യുമ്പോൾ തുല്യമായിരുന്നു. അപ്പോൾ അവിടെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ മൈനോറിറ്റി വോട്ടേഴ്സ് കൂടുതലുള്ള സ്ഥലമാണ്. CPMൻ്റെ അവസാനത്തെ പോഴിക്കടകൻ സുപ്രഭാതത്തിലും സിറാജിലും വന്ന പരസ്യം മാത്രമല്ല, അത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. ശരിക്കുള്ള പോഴിക്കടകൻ എന്താണെന്ന് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി അവസാനമൊക്കെ ആയപ്പോൾ ഈ തങ്ങളെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തിനാണ് പറഞ്ഞത്? അതിന് തുടക്കമിട്ടത് ഈ CPMന് വേണ്ടി സമസ്തയിൽ പ്രവർത്തിക്കുന്ന ഉമർ ഫൈസി മുക്കമാണ് പറഞ്ഞത്. സാദിഖ് അലി തങ്ങൾ ഒരു പണ്ഡിതനെയല്ല എന്ന് പറഞ്ഞു. അതിന് ഭയങ്കര ഒരു റിയാക്ഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒന്ന് തണുപ്പിച്ചു. ജിഫ്രി തങ്ങൾ പേരിന് അത് തള്ളിപ്പറയുകയും ചെയ്തു. അതിനുശേഷം മുനമ്പം വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്, BJP കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണകുമാർ മുനമ്പത്ത് പോകുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടോ? പാലക്കാട് നിന്ന് അയാൾ മുനമ്പത്ത് പോകാൻ അയാൾക്ക് എന്ത് കാര്യം? പക്ഷേ അയാൾ അവിടെ പോകുന്നു. പിറ്റേ ദിവസം പാലക്കാട് ബിഷപ്പ് അവിടെ പോകുന്നു. അപ്പോൾ ഉമർ ഫൈസി മുക്കത്തിൻ്റെ അടുത്ത ഗോള് എന്താണ്? മുനമ്പം വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. ആരാണ് പറയുന്നത്? BJP അല്ല പറയുന്നത്. ഇവിടെ പണ്ഡിത ശ്രേഷ്ഠൻ എന്ന് പറയുന്ന CPMന് വേണ്ടി സമസ്തയിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസി മുക്കമാണ് പറയുന്നത്. അതിനുശേഷം മുസ്തഫ മുണ്ടുപാറ, ഈ സുപ്രഭാതത്തിൻ്റെ CEO, അദ്ദേഹം ലേഖനം എഴുതുന്നു, മുനമ്പം വഖഫ് പ്രോപ്പർട്ടിയാണ്, അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. അതിനുശേഷമാണ് അന്ന് ഈ INL എന്ന് പറയുന്ന ഞാഞ്ഞൂൽ പാർട്ടി അബ്ദുൾ അസീസ് പത്രസമ്മേളനം വിളിക്കുന്നു, മുനമ്പം വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം CPM പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. അതിന് തെളിവ് എന്താണെന്ന് ഞാനിപ്പോൾ അടുത്ത കാര്യം പറയുമ്പോൾ ഹാഷ്മിക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പാലക്കാട് പട്ടാമ്പി വഴി തൃശ്ശൂർ എത്തിയിട്ടാണ് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലേറ്റ് ആയതിൽ ക്ഷമിക്കണം, ഇവിടെ റോഡുകളുടെ അവസ്ഥ ഹാഷ്മിക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം AV ഗോപിനാഥിൻ്റെ വീട്ടിൽ പോയപ്പോൾ, പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പോയപ്പോൾ, അവിടെ KP അനിൽകുമാർ വരുന്നു. KP അനിൽകുമാർ AV ഗോപിനാഥിനോട് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു, നമ്മൾ CP മുഹമ്മദ് പട്ടാമ്പിയിൽ CP മുഹമ്മദിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഒരു പത്രസമ്മേളനം ചെയ്യിക്കും. എന്താണ് പത്രസമ്മേളനം? സന്ദീപ് വാര്യരെ എടുത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ
ന്യൂനപക്ഷ വോട്ടർമാരെല്ലാം കൊണ്ട് CPM വോട്ട് ചെയ്യണം എന്ന തരത്തിലൊരു പത്രസമ്മേളനം നടത്തിക്കാൻ CP മുഹമ്മദിന്റെ വീട്ടിൽ AV ഗോപിനാഥിനെയും കൂട്ടി KP അനിൽകുമാർ, ഒഡേപെക് ചെയർമാൻ, പഴയ കോൺഗ്രസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് CP മുഹമ്മദിനോട് ചട്ടം കെട്ടുന്നു. ഇങ്ങനെയൊക്കെ പറയണം. CP മുഹമ്മദ് പറയുന്നു, ഞാനിപ്പോഴും കോൺഗ്രസിലാണ്, എനിക്കിതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തില്ല എന്ന് പറയുന്നു. CPM ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത് ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി? ഡേർട്ടി ട്രിക്സ് എന്തൊക്കെയാണ് ചെയ്തത്? മതത്തെ ഉപയോഗിച്ച് BJP ചെയ്യുന്ന കാര്യത്തെ പരസ്പര പൂരകം എന്നോണം മുനമ്പം വിഷയത്തെ കത്തിച്ച് ഉമർ ഫൈസി മുക്കത്തെയും മുസ്തഫ മുണ്ടുപാറയെയും ഉപയോഗിച്ച് സമസ്തയും സുപ്രഭാതത്തെയും സിറാജിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്ന് പറയുന്നു. മനോരമയും മാതൃഭൂമിക്കും ഒക്കെ പരസ്യത്തിന് എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഉണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതുപോലെ ഒരു പരസ്യം നിങ്ങൾ മനോരമയ്ക്ക് കൊടുത്താൽ അവർ പബ്ലിഷ് ചെയ്യില്ല. കാരണം അവരുടെ എഡിറ്റർമാർ കണ്ടിട്ടേ അത് പബ്ലിഷ് ചെയ്യുള്ളൂ. മാതൃഭൂമിക്ക് കൊടുത്താൽ അങ്ങനെ നടക്കില്ല. പക്ഷേ ഇതുപോലെയുള്ള ചെറിയ പത്രങ്ങളിൽ എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഇല്ല. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, സംശയിക്കുന്നത്, സുപ്രഭാതവും സിറാജും ഒക്കെ അതിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ അറിഞ്ഞിട്ട് നടത്തിയ കളിയാണോ? ഇവിടെ നമ്മൾ വർഗീയത എന്ന് പറയുമ്പോൾ BJP ഒരു വശത്ത് പ്രതിരോധത്തിൽ നിർത്തും, മറുവശത്ത് CPM ചെയ്യുന്നതിനെ ആരും കാണുന്നില്ല. അത് ഒന്ന് തെളിയിച്ച് കാണിക്കുക. അപ്പോൾ പിരായിരിയിലെ വോട്ടാണ് ഹാഷ്മി എന്നോട് ചോദിച്ചത്. പിരായിരിയിൽ മുസ്ലിം വോട്ടുകൾ ചിലപ്പോൾ CPM കുത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സരിന് കുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രചരണത്തിൽ കുറെ മുസ്ലിം വോട്ടേഴ്സ് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് UDF വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്നിട്ടുണ്ടാകാം എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ കൂടുതൽ വോട്ടുകൾ കൃഷ്ണകുമാറിന് വേണ്ടി ചെയ്യാൻ അവരെന്താണ് ചെയ്തത്? കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് പങ്കെടുക്കാൻ വരുന്ന പുറത്തു നിന്നുള്ള വോട്ടേഴ്സ് അവരെല്ലാം 20-ാം തീയതി വരെ അവിടെ തുടരണം എന്ന് BJPയുടെ വോട്ടർമാരോട് പറയുകയും ആ വോട്ടെല്ലാം പോൾ ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഇത്തവണ ചെയ്തത് മുനിസിപ്പാലിറ്റിയിൽ അവരുടെ കഴിഞ്ഞ തവണ പോളിംഗ് കുറഞ്ഞത് പരമാവധി കൂട്ടിയിട്ടുണ്ട്. അത് UDF ഒരു തലവേദനയാകും. BJPക്ക് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധ്യത വന്നിട്ടുണ്ട്. ഓക്കെ ശാന്ത് കൊച്ചുകൂടി, താങ്കൾക്ക് നേർക്കുനേർ ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ താങ്കൾ അവിടെ ഇരിക്കുമ്പോൾ CPM കാണാൻ പോയപ്പോൾ CPM കാണാൻ കോൺഗ്രസിൽ നിന്ന് CPM പോയ KP അനിൽകുമാറും മറ്റൊരു നേതാവും കൂടെ വന്ന് ഈ പറയുന്ന സന്ദീപ് വാര്യർ വന്നത് കോൺഗ്രസിലെ ന്യൂനപക്ഷ വോട്ടുകൾ ചോരാൻ ഇടയാക്കും എന്ന് പരസ്യമായ വാർത്താ സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞു. താങ്കളുടെ നേർബോധ്യത്തിൽ താങ്കൾ പറയുന്നതാണ് കേട്ടോ. ഞാൻ ശ്രീ നാരായണ നമ്പൂതിരിയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ നാരായണ നമ്പൂതിരി, ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നത് പുതുമയല്ല, എല്ലാവരും പറയാറുണ്ട്. അത് കെ സുരേന്ദ്രൻ പറയുന്നു, അത് EN സുരേഷ് ബാബു പറയുന്നു, കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംശയമില്ലാതെ സ്ഥാനാർത്ഥിയെ പറയുന്നു. ഓക്കെ, പക്ഷേ കെ സുരേന്ദ്രൻ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തുകൊണ്ടാണ് LDF 2ാം സ്ഥാനം കൊടുക്കുന്നത്? ലക്ഷ്മി, അതിനു മുമ്പ് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞു, ഒരു മാസത്തെ പ്രചരണവും കഴിഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങളത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് BRM ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉന്നയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. സജീഷ് പറഞ്ഞ ഒരു പോയിൻ്റാണ് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. സജീഷ് പറഞ്ഞു BJP ജയിപ്പിക്കാൻ ഞങ്ങൾ കൂടെ നിൽക്കില്ല, ഞങ്ങൾ സഹായിക്കില്ല, BJP ജയിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ. അത് ശരിയാണ്, BJP ജയിക്കാൻ വേണ്ടി CPM പണിയെടുക്കുകയില്ല. പക്ഷെ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പണിയെടുക്കും. അങ്ങനെയാണല്ലോ AK ബാലൻ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മതേതര വോട്ടുകളെല്ലാം ഷാഫിക്ക് പോയി എന്നാണല്ലോ, ഷാഫി അങ്ങനെയാണ് ജയിച്ചതെന്നാണല്ലോ പറഞ്ഞത്. അത് തന്നെയാണല്ലോ നമ്മുടെ ഷംസീർ MLA ആയിരുന്ന കാലത്ത്, MLA ആയിരുന്നപ്പോൾ ചോദിച്ചത് അത് തന്നെയാണല്ലോ. ഷാഫി നിങ്ങൾ ജയിച്ച എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്ന് അസംബ്ലിയിൽ ചോദിച്ചതാണല്ലോ. അപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാം. അത് പിന്നെ CPM കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷി എന്നുള്ളത്, സഖ്യകക്ഷി എന്നുള്ള നിലയിൽ കേരളം വിട്ടാൽ സഖ്യകക്ഷിയായി ഒരുമിച്ചിരിക്കുന്നവർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാം. അത് ഇത്തവണയും അതുണ്ടോ? ആ മതേതര വോട്ടുകൾ CPM തന്നെ പിടിച്ചിട്ട് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഉത്തമ വിശ്വാസം കോൺഗ്രസ്സിന് നൽകിയിട്ടില്ല. CPM ഇത്തവണ CPM മുഴുവൻ വോട്ടുകളും പിടിച്ചു. CPM മതേതര വോട്ടുകൾ പോകാതെ CPM വർഗീയ വോട്ടുകളോടൊപ്പം മതേതര വോട്ടുകൾ കൂടി ഒരുമിച്ച് ചേർത്തു പിടിച്ചു നിർത്തി എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. ആ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സുരേന്ദ്രൻ CPM 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ കാരണം കാലങ്ങളായി CPM കൂടി സഹായത്തോടെയാണ് ഷാഫി ജയിച്ചത്. ആ സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല എന്ന് ആണ് നമുക്ക്, അല്ലെങ്കിൽ സരിനെ
ഇങ്ങനെ നിർത്തി തോപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊക്കില്ലല്ലോ. മാത്രമല്ല CPM-ൻ്റെ പ്രചരണം കഴിഞ്ഞ കാലങ്ങളേക്കായി കുറച്ചുകൂടെ സജീവമായിരുന്നു. CPM-ൻ്റെ ആളുകൾ അവർക്ക് പ്രവർത്തന മേഖലകളിൽ അവർ സജീവമായിരുന്നു. അത്തരമൊരു അസസ്മെൻറ്റ് നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഞങ്ങൾ ഇവിടുന്ന് ഉള്ള ഈ മൊത്തം അസസ്മെൻറ്റ് ഞങ്ങൾക്ക് ബൂത്തിൽ നിന്ന് കിട്ടിയ ധാരണയുടെ പുറത്താണ് ഞാൻ ആദ്യം പറഞ്ഞത് ജയിക്കുമെന്ന്. പക്ഷേ എനിക്ക് ഇപ്പോൾ 100% ഉറപ്പായി. ആനന്ദ് കൊച്ചുകൂടി വല്ലാതെ അഗ്രസീവായി പറഞ്ഞു തുടങ്ങിയപ്പോൾ, ആനന്ദ് കൊച്ചുകൂടി എനിക്ക് നിരീക്ഷകനൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ കോൺഗ്രസ് ബ്ലഡ്, കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര വിക്ഷുബ്ധതയാണ്. അതുകൊണ്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ അയാളെന്നൊക്കെ ചോദിച്ചത്. അതുകൊണ്ടാണല്ലോ ആനന്ദ് കൊച്ചുകൂടി അയാൾക്കെന്താ മുനമ്പത്ത് കാര്യം എന്നൊക്കെ ചോദിച്ചു. മുനമ്പം സാർ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മാത്രം കാര്യമൊന്നും അല്ലല്ലോ. അല്ല, എനിക്കറിയാമല്ലോ ആനന്ദ് കൊച്ചുകൂടി നമ്മൾ ഇന്നും ഇന്നലെ കാണുന്നല്ലോ. ആനന്ദ് കൊച്ചുകൂടിയുടെ ബ്ലഡിൽ ഈ ഉണ്ടല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇതുവരെ ആനന്ദ് കൊച്ചുകൂടി ഒരാളോടും മര്യാദ ഞാൻ പറഞ്ഞു കഴിയട്ടെ ആനന്ദ്, താങ്കൾ പറഞ്ഞത് താങ്കൾ രണ്ട് പ്രാവശ്യം BJP-യുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് അയാൾ എന്നാണ്. ഒരു ബഹുമാനം പോലും BJP സ്ഥാനാർത്ഥിക്ക് നൽകാതെ അയാളെന്ന് ഉപയോഗിച്ച് അയാൾക്ക് എന്താണ് മുനമ്പത്ത് കാര്യം? എന്താ കേരളത്തിലെ ഇന്ത്യയിലെ പൗരന്മാർക്ക് മുനമ്പത്ത് നടക്കുന്ന ഒരു സമരത്തിൽ കാര്യമില്ലേ? എന്താണ് കൃഷ്ണകുമാർ പോയതിൽ എന്താണ് തെറ്റ്? മറ്റ് സ്ഥാനാർത്ഥികൾ വരാത്തതിന് കൃഷ്ണകുമാർ പോയതിന് കുറ്റപ്പെടുന്നതിൽ എന്താണ് അർത്ഥം? വഖഫ് ഒരു ഇഷ്യൂ തന്നെയല്ലേ? വഖഫ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് ശതമാനം കോൺഗ്രസിന് കാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഇത്തവണ വഖഫിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് അവിടെ പോളിംഗ് കുറഞ്ഞു. ഈ പാലക്കാട് ആ വിഭാഗം വഖഫിൻ്റെ പേരിൽ പരിഭ്രാന്തി ഏറ്റു നിൽക്കുന്ന വിഭാഗം BJP വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവർ എല്ലാം വന്ന് വോട്ട് ചെയ്തു. എന്തുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ വോട്ട് കൂടിയെന്ന ചോദ്യത്തിന് അതും ഒരു ഉത്തരമാണ്. അതുകൊണ്ട് വഖഫിൻ്റെ പേരിൽ BJP സ്ഥാനാർത്ഥി പോയതിനെ കുറ്റപ്പെടുത്തുമ്പോൾ BJP സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നു എന്ന് ആനന്ദ് കൊച്ചുകൂടിക്ക് വ്യക്തമായ ധാരണ ഉൾക്കാഴ്ചയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുന്നു BJP-യുടെ വിജയം. ഇത് കേവലം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പറയുന്നത് പോലെ വ്യക്തമായ ധാരണയുടെ, വ്യക്തമായ കണക്കുകൂട്ടലിൻ്റെ, വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് BJP-യുടെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കോൺഫറൻസ് BJP കോൺഫറൻസ് എസ് കെ സജീഷ് ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ വിമർശനം മറുപടി പറഞ്ഞോളൂ. തീർച്ചയായും ഒരു കാര്യം ആഷ്മി ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ പൊതുവേ തീരുമാനിച്ചാണ് ഈ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കും. ഇത് ഊണിലും ഉറക്കത്തിലും ആഗോളതാപനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ചർച്ചയ്ക്ക് വന്നാൽ പോലും CPM വിരുദ്ധത മാത്രം. അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒരു മൈക്ക് എടുത്തു വെച്ചു വെക്കാൽ CPM തകരണമെന്ന് ശ്വാസത്തിലൂടെ പുറത്തു വരുന്നത് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള ആളുകളെ നിഷ്പക്ഷരാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തരുത്. അദ്ദേഹം മറ്റൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം സന്ദീപ് വാര്യർ സ്വന്തം ഭൂമി, സ്വന്തം അമ്മയുടെ പേര്, കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവ് മറ്റോ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഭൂമി RSSന് ഈ കോൺഗ്രസ്സിൽ വന്നതിന് ശേഷം കൊടുക്കുമെന്ന് പ്രസ്താവിച്ച് അദ്ദേഹം കേട്ടിട്ടില്ല. പലതും അദ്ദേഹം കേട്ടിട്ടില്ല. പണ്ട് എത്ര രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയതെന്നൊന്നും അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് കോൺഗ്രസിനെ തലോടിക്കൊണ്ട് പോകണം, അതാണ് നിലപാട്. ഒരു മുനമ്പം വിഷയം ഉൾപ്പെടെ വർഗീയവൽക്കരിച്ച് അവതരിപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ഞങ്ങളുടെ ശ്രമം അതല്ല. വർഗീയപരമായും രാഷ്ട്രീയപരമായും ഉപയോഗിക്കാതെ ആ വിഷയത്തെ സമാധാനപരമായി പരിഹരിക്കണം. അതിനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് സർക്കാർ സ്വീകരിക്കും. ഇതുപോലെയുള്ള ആളുകൾ വർഗീയ വിഷം മാത്രം ഈ സമൂഹത്തെ വിഭജിക്കുക, എന്നിട്ടും എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുക എന്ന് കാണുന്ന തലയിൽ അത്തരം ആശയം സൂക്ഷിക്കുന്ന ചില ആളുകൾക്കാണ് ഇതിങ്ങനെ വിഭജിച്ച് പറയാൻ വേണ്ടി തുടങ്ങുക. ഞങ്ങൾക്ക് ആ ലക്ഷ്യമില്ല. ഞങ്ങൾ BJP-യെ തോൽപ്പിക്കണം എന്നത് BJP-യും RSS-ഉം എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാ വർഗീയതയും കാണുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഒരു ദിവസം ഇരിക്കണം. എൻ്റെ സമയം പൂർണ്ണമാക്കാൻ ക്ഷമിക്കണം. എൻ്റെ സമയം പൂർണ്ണമായി കഴിയുകയാണ്. എനിക്ക് ആനന്ദിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. അദ്ദേഹം എത്താനും വൈകി. അതാണ് കുറ്റമല്ല. പോട്ടെ, അടുത്ത പരിഹരിക്കുകയും ചെയ്യാം. എന്തായാലും വോട്ട് മൊത്തം
പെട്ടിയിലായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്നത് 70.51 എന്ന പോളിംഗ് ശതമാനമാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് വന്നാലും അത് പരമാവധി 73 മുകളിലേക്ക് എന്തായാലും പോവില്ല. നാളെ മുതൽ തുടങ്ങുകയാണ്. നാളെ രണ്ട് ദിവസം തുടങ്ങുകയാണ്. മുന്നണികൾ, സ്ഥാനാർത്ഥികൾ, എരിവരികൊണ്ട രാഷ്ട്രീയ ചർച്ചകൾ, അവരുടെ കണക്ക് ഒക്കെ വെച്ചിട്ട് അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി നാളെയോടുകൂടി വരും. 23-ാം തീയതി അറിയാം എന്താണ് യഥാർത്ഥത്തിൽ ആ പെട്ടിക്കുള്ളത്.